ഇളക്കി ഇങ്ങനെ എടുത്ത് കൊണ്ടുവരെ വെള്ളത്തിലോട്ട് വെച്ച് അങ്ങനെ കണ്ട് കുത്തി. പണ്ടേ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നേ. പഞ്ചർ എന്ന് പറയുന്നത് ടയർ ഇളക്കി കൊണ്ടുപോയി നോക്കിയല്ലേ ചെയ്യുന്നേ. ഇപ്പം സൗകര്യം കൂടിയപ്പോഴത്തേക്ക് അതിന് പോലും മെനക്കെടാൻ ആളുകൾക്ക് വയ്യുന്നേ. ഇന്നലെ ഈ ടയർ ഞാൻ കണ്ണാലൂർ ഒരു പഞ്ചർ കടയിൽ കൊടുത്ത് പഞ്ചർ ഒട്ടിച്ചതാണ്. അപ്പം ഇന്ന് ഞാൻ ഉച്ചയായപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും കാറ്റ് പോയിരിക്കുന്നു. അപ്പോൾ ഈ ആരം ഇട്ടേക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ആണി ഇരിപ്പുണ്ടായിരുന്നു. ഈ ആണിയിൽ പുള്ളിക്കാരന് ആണി ഇളക്കി കളയോ ഒന്നും ചെയ്തില്ല. ചേട്ടൻ ഒന്ന് പറയാതെ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. ആ ചെന്ന് ഇരുന്ന് കുത്തി ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം ഇതാണ്. നമ്മളിന്ന് ടയർ ഇളക്കുന്ന അത്രയും താമസിച്ചു കൂലി മേടിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പൊ അത് ടയർ ഇളക്കി മാനുവായിട്ട് അങ്ങ് ചെയ്തു കൊടുക്കുക. അത് സിംഗിൾ തിരി ഇടാതിരിക്കുക, ഡബിൾ തിരി തന്നെ. ഇത് സിംഗിൾ തിരി ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുത്തിയെന്ന് വെച്ച് അന്തരഞ്ഞു പോരുന്നു. ഇത് ഡബിളാകും. ഇത്രയേ ഉള്ളൂ സംഭവം. സംഭവം പക്ഷെ ഇത് ടയർ ഇളക്കി ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതികൾ. ഈ വക പശയോ ഒരു കാര്യങ്ങളോ പോലും പുള്ളിക്കാരൻ തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാനൊന്ന് വിശദീകരിക്കാം. ഈ അടുത്തിടയ്ക്ക് മുഖത്തല ക്ഷേത്രത്തിന് സമീപത്ത് ഞാൻ പോവുകയുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒരു ഉച്ചയായി കാണുമായിരിക്കും. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ബാക്കിലത്തെ ടയറിന് ഒരു കാറ്റ് കുറവ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പഞ്ചർ വർക്ക്ഷോപ്പ് നോക്കി നടന്ന് അങ്ങനെ നമ്മുടെ മൂത്തലയിൽ നിന്ന് കുറച്ച് ദൂരം ചെന്നപ്പം പഞ്ചർ വർക്ക്ഷോപ്പ് ഞാൻ കണ്ടു. അങ്ങനെ അവിടെ വലിയ ആളുകളൊന്നുമില്ല. ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ പതുക്കെ നിർത്തി. വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിയെ കൊണ്ടൊന്ന് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു കാറ്റടിച്ച് നോക്കിയപ്പം കാറ്റ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കാറ്റ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്ന് ചെക്ക് ചെയ്യും, പഞ്ചറാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. സാധാരണ നമുക്ക് പഞ്ചർ ഒട്ടിച്ച് ഇപ്പോഴത്തെ പഞ്ചർ ഒട്ടിപ്പ് നമുക്കറിയാമല്ലോ, മറ്റേ ട്യൂബ്ലെസ് ടയറായതുകൊണ്ട് ഒരു പിന്നുകൊണ്ട് കുത്തി അതിനകത്തൊരു സംഭവം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ചടങ്ങ്. 100 രൂപയും കൊടുത്ത് നമ്മൾ സാധാരണഗതി ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 180 രൂപയ്ക്ക് ആ ഒരു ഹോളിടുന്ന ഒരു പിന്നും അതിൻ്റെ ബാക്കിയുള്ള സാമഗ്രികളെല്ലാം കൂടെ നമുക്ക് 185 രൂപയ്ക്ക് കിട്ടും. പക്ഷേ നമ്മളതിൽ എയർ അടിക്കേണ്ടുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം ഈ പറഞ്ഞ കണക്ക് പഞ്ചർ വർക്ക്ഷോപ്പുകളിൽ കാര്യങ്ങൾ കൊടുത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. പോട്ട് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇന്ന് 100 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കണം. നമ്മളത് വലിയ കാര്യത്തിൽ കൊടുത്ത് അങ്ങ് പോയി പിറ്റേ ദിവസം അതേ കണക്ക് നോക്കിയപ്പം വീണ്ടും സംഭവം പുള്ളിക്കാരനൊന്ന് ജസ്റ്റ് ആ ടയറിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴിച്ച് നോക്കി എയർ പോകുന്ന കണ്ടുകൊണ്ട് ആ ഭാഗത്തോട്ട് ഒട്ടിച്ചെങ്കിലും എൻ്റെ മനസ്സിനകത്തൊരു ഡൗട്ടുണ്ടായിരുന്നു. പുള്ളി ആ ചെയ്തിടം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പഞ്ചർ വർക്ക്ഷോപ്പുകളിൽ ഇങ്ങനൊരു മാർക്ക് ചെയ്യും, എന്തെങ്കിലും കൊണ്ടൊരു മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിലായിരിക്കും അവർ വന്നിട്ട് രണ്ടാമത് ആ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളി അതൊന്നും ചെയ്തില്ല. ഞാനും ഫോൺ കോൾ എന്തോ വന്ന് ഞാനും തിരക്കിലായിരുന്നു. പക്ഷേ അവിടുന്ന് പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഡൗട്ടുണ്ട്, പുള്ളി ചെയ്തത് ശരിയാണോ, ഇനി ആ ഭാഗം തന്നെ ആണോ പുള്ളി ചെയ്തത്, മനസ്സിനകത്തൊരു ഡൗട്ടുണ്ടായിരുന്നു. സൂക്ഷം പോലെ തന്നെ കറക്റ്റ് അടുത്ത ദിവസം ഉച്ചയോടടുത്തപ്പം ഞാൻ വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ടയർ പഞ്ചർ. അങ്ങനെ ഞാൻ അവിടെ എല്ലാം നോക്കിയിട്ട് അങ്ങനെ കൊണ്ടു ചെന്ന ഇടമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ആ ചേട്ടൻ്റെ സ്ഥലം. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളൊരു ജോലിയായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന ജോലി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി ക്ലിയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം അവരെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പുള്ളിക്കാരന് 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളെയും കല്യാണം കഴിച്ചയപ്പിച്ചു. അവർക്ക് വീട് വെച്ചതും എല്ലാം പുള്ളിയുടെ വർക്ക്ഷോപ്പ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ്. അത് ന്യായമായ രീതിയിൽ ചെയ്തതുകൊണ്ട് പുള്ളിക്കാരന്
തൃപ്തികരമായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നാണ് ഈ ഒരു വേല കണ്ടുകൊണ്ട് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ആ ഹോള് ഒരു ആണിയാണ് കൊണ്ടിരിക്കുന്നത്. ആ ആണി ഒന്ന് എടുത്ത് മാറ്റുകയാവട്ടെ, ആ ആണിക്കകത്തോട്ട് ഈ പഞ്ചറിൻ്റെ ഈ പശയും ഈ ഒരു അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഈ ഒരു സാധനവും അതിനകത്ത് തിരിയായിരിക്കാം, അതിനകത്ത് തിരികെ വെക്കുകയോ എടുക്കുകയോ ഒന്നും പുള്ളി ചെയ്തില്ല. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഹോൾ ഇട്ടിട്ട്, ആ ഹോള് ചെറിയ ഹോളല്ല, വലിയ ഹോളാക്കിയിട്ട് ഒരു തിരിയിട്ട് പശ പോലും തേച്ചില്ല. അതിനകത്ത് ഞാൻ വീഡിയോ പറയുന്നുണ്ട്, എന്നെ ഇനി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ മെനക്കെടാതെ കാശുണ്ടാക്കണം, അന്യൻ്റെ കാശ് ആഗ്രഹിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ച് ജീവിച്ചു പോവുക എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹങ്ങളുടെ ഇടയിലാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഒരാവശ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പം നമുക്ക് ചതി പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എത്രയൊക്കെ ആയാലും ശരി, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടയർ ഒന്ന് ഇളക്കിയെടുത്ത്, സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്, ടയറൊന്ന് ഇളക്കിയെടുത്ത് അതിനെ ഒന്ന് നോക്കി, അതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടതായിട്ടോ, ആ ചേട്ടൻ്റെ അടുത്ത് എല്ലാം ആ ചേട്ടൻ്റെ സംസാരം, ആ ഒരു സഹകരണമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത്ഭുതമായി പോയി. അങ്ങനെ വേണം ആളുകൾ. നമ്മളെപ്പോഴും നന്മ ചെയ്ത് ജീവിക്കാൻ നോക്കണം. നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് തൃപ്തരാവാൻ നോക്കണം. അല്ലാണ്ട് ഇതേ കണക്കത്തെ ഉടായ്പത്തരം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കരുത്. അതൊട്ടും നല്ലൊരു ജീവിത രീതികളുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.